ഇന്ന് ഇന്ന് സംരംഭകരുടെ ഒരു പ്രശ്നം പറയാൻ വേണ്ടിയിട്ടാണ്, ഈ ബിസിനസ്സുകാരൻ്റെ ഒരു പ്രശ്നം. അദ്ദേഹം അവരുടെ സ്റ്റാഫിനെ കൈകാര്യം ചെയ്യുന്നുണ്ട്, ക്ലയൻസിനെ കൈകാര്യം ചെയ്യുന്നുണ്ട്, പബ്ലിക്കിലൊരു PR ആക്ടിവിറ്റീൻ്റെ ഭാഗമായിട്ട് നല്ല നെറ്റ്വർക്കിലൊക്കെ ഉണ്ട്. അപ്പം അവിടെയൊക്കെ അദ്ദേഹം ഒരു ഡിപ്ലോമാറ്റിക് വേലാണ് ഒരു പരിധിവരെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം അവരുടെ മുന്നിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. ഈ അഭിനയത്തിന് പകരം ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ബൈ ഹാർട്ടായിട്ട് ഹൃദയത്തിൽ നിന്ന് വരുന്നത് പോലെ അങ്ങനെ തന്നെ സംസാരിക്കാൻ പറ്റുന്ന ആളുകൾ ഇന്ന് സൊസൈറ്റിക്കകത്ത് വളരെ കുറവാണ്. അതായത് എല്ലാ സംരംഭകനും ഒരു മെൻഡറെ വേണം, ഒരു മെൻഡർഷിപ്പ് എടുക്കണം. കാരണം അവിടെ അവന്റെ വറീസ്, ഒരുപക്ഷെ മെൻഡർ നല്ല സൊല്യൂഷൻസ് തരാനൊന്നും പറ്റണമെന്നില്ല, പക്ഷെ അവന്റെ വറീസിനെ കേൾക്കാൻ, അതായത് പുറത്തു പോകാതെ ആ വറീസിനെ അവനിൽ തന്നെ നിർത്തിക്കൊണ്ട് അവന്റെ പ്രശ്നങ്ങളൊന്ന് കേൾക്കാൻ പറ്റുന്ന ആളുകൾ ബിസിനസ്സുകാരൻ ഡെഫിനറ്റ് ആയിട്ടും അവന്റെ ലൈഫിൽ ആഡ് ചെയ്യണം. അല്ലെങ്കിൽ അവൻ ഒരുപാട് സ്ട്രെസ്സിനെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ആ സ്ട്രെസ്സിനൊക്കെ കളയാൻ വേണ്ടിയിട്ട് അവൻ മദ്യത്തിനെയോ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നതിനേക്കാളൊക്കെ ബെസ്റ്റ് അവനൊരു മെൻഡർ വെക്കുക. ഒരു മെൻഡർ വെച്ചിട്ട് അവന്റെ വറീസിനെയൊക്കെ ആ മെൻഡറോട് സംസാരിക്കാൻ പറ്റുന്ന, ആളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേവ് ലെങ്ത്തിലുള്ള മെൻഡേഴ്സിനെ ബിസിനസ്സുകാരൻ ക്യാരി ചെയ്യേണ്ടത്, കൊണ്ടു നടക്കേണ്ടത് അവന്റെ ലൈഫിൽ വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മുടെ മുന്നിലുള്ള ആളുകളുടെ അടുത്തൊന്നും പറയാൻ പറ്റുന്ന പ്രയാസങ്ങളായിരിക്കില്ല നമ്മളിത്. അതിനുള്ള അപ്പുറത്തേക്ക് ഒരു മെൻഡർ, ഇപ്പൊ നമുക്കറിയാത്ത കാര്യങ്ങളാണ് പല പ്രമുഖരുടെയും മരണത്തിനകത്ത് പോലും ഞാൻ ബിലീവ് ചെയ്യുന്നത് നല്ലൊരു മെൻഡർ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് റിലീഫ് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ ബിസിനസ്സുകാരൻ ഡെഫിനറ്റ് ആയിട്ടും അവന്റെ ഹൃദയത്തിനെ തൊട്ട് സംസാരിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള മെൻഡർഷിപ്പ് അല്ലെങ്കിൽ മെൻഡറെ ലൈഫിൽ കൊണ്ടു നടക്കേണ്ടത് വളരെ ആവശ്യമാണ്. ശരിയല്ലേ?